40 വർഷം മുമ്പ് മലയാള സിനിമയിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു സിനിമ. വിഖ്യാത ചലച്ചിത്രകാരൻ ജോൺ എബ്രഹാമിന്റെ ഏറ്റവും ഒടുവിലത്തെ സിനിമ അമ്മ അറിയാൻ. മലയാള സിനിമയ്ക്ക് ഒരു നൂതന ഭാവുകത്വം സമ്മാനിച്ച പുത്തനൊരു പാത തന്നെ വെട്ടിക്കൊടുത്ത അമ്മ അറിയാൻ ഇതാ കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് എത്തുന്നു. ഈ വർഷം കാനിലെ ലോക ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ ചിത്രം. ശിവേന്ദ്ര സിംഗ് ദുംഗാർപൂറിന്റെ നേതൃത്വത്തിലുള്ള ഫിലിം ഹെറിറ്റേജ് ഫൗണ്ടേഷനാണ് ഈ സിനിമ റീസ്റ്റോർ ചെയ്തത്. ലാഭേച്ഛയില്ലാതെ ഇന്ത്യൻ സിനിമകളെ റീസ്റ്റോർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ സംഘടന 2023 സിനിമയുടെ റീസ്റ്റോറേഷൻ തുടങ്ങിയത്. പതിവ് സിനിമാ രീതിയുടെ കെട്ടിലും മട്ടിലുമായിരുന്നില്ല ജോൺ എബ്രഹാം അമ്മ അറിയാൻ വാർത്തെടുത്തത്. പ്രമേയം പോലെ തന്നെ സിനിമയുടെ ഓരോ വഴികളും അന്നുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. പൊതുജന പങ്കാളിത്തത്തോടെയായിരുന്നു സിനിമയുടെ നിർമ്മാണം. അതായത് ജനങ്ങളിൽ നിന്നും പണം ശേഖരിച്ചാണ് ചിത്രം നിർമ്മിച്ചത്. ഒഡേസ എന്ന ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്. റിലീസും സാധാരണ പോലെ ആയിരുന്നില്ല. സിനിമ ഉണ്ടാകാൻ സഹായിച്ച ജനങ്ങളിലേക്ക് നേരിട്ടെത്തി അമ്മ അറിയാൻ പ്രദർശിപ്പിച്ചു. ജനങ്ങൾ തന്നെ നിർമ്മിച്ച, ജനങ്ങൾ തന്നെ പ്രദർശിപ്പിച്ച ചലച്ചിത്രമെന്ന് സാരം. 1987 മലയാളത്തിന് കൾട്ട് ക്ലാസിക്കുകൾ സമ്മാനിച്ച ജോൺ എബ്രഹാമിന്റെ അപ്രതീക്ഷിത വിയോഗം. അന്ന് 49 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. വിട പറയും മുൻപ് സംവിധാനം ചെയ്ത 4 സിനിമകളിൽ അവസാനത്തേതായി അമ്മ അറിയാൻ. ഒരു മകൻ അമ്മയ്ക്ക് എഴുതുന്ന കത്തിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത്. ഡോക്യുമെന്ററിയും ഫിക്ഷനും ചേർന്ന നോൺ ലീനിയർ ആഖ്യാനം. കൂട്ടുകാരന്റെ മരണം അമ്മയെ അറിയിക്കാൻ പോകുന്ന യുവാവിലൂടെ, അയാൾ കണ്ടുമുട്ടുന്ന മനുഷ്യരിലൂടെ ഒരു യാത്രയ്ക്ക് കാഴ്ചക്കാരനെയും സിനിമ ഒപ്പം കൂട്ടുന്നു. വ്യക്തിപരമായ അനുഭവത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ അവബോധത്തിലേക്ക് കൂടി സിനിമ നമ്മെ കൈപിടിച്ച് നടത്തിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതവും പീഡകളുമെല്ലാം അത് വരച്ചു വയ്ക്കുന്നു. മെയ് 16 കാനിലെ ബുനുവൽ തിയേറ്ററിൽ വൈകിട്ട് 3:45 സിനിമയുടെ സ്ക്രീനിംഗ്. ജി അരവിന്ദന്റെ തമ്പ്, അരിഭം ശ്യാം ശർമ്മയുടെ ഈശാനൗ, ശ്യാം ബെനഗലിന്റെ മന്ഥൻ, സത്യജിത് റേയുടെ അരേന്യർ ദിൻരാത്, സുമിത്ര പെരീസിന്റെ ഗഹനുലാമൈ തുടങ്ങിയ ചിത്രങ്ങളാണ് 2022 മുതൽ 2025 വരെ ഫിലിം ഹെറിറ്റേജ് ഫൗണ്ടേഷൻ കാനിലെ റെഡ് കാർപ്പറ്റ് ലോക പ്രീമിയറുകളിൽ എത്തിച്ച സിനിമകൾ. അക്കൂട്ടത്തിലേക്ക് അമ്മ അറിയാൻ കൂടി എഴുതി ചേർക്കപ്പെടുകയാണ്. 2001 ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എക്കാലത്തെയും മികച്ച 10 ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ജോൺ എബ്രഹാം ക്ലാസിക്കിന്റെ മറ്റൊരു പൊൻതൂവൽ. മലയാളത്തിന്റെ ക്ലാസിക് ചിത്രം കാനിലെ തിരശീലയിൽ തിളങ്ങുമ്പോൾ മലയാളത്തിനും അഭിമാനിക്കാം.